ഹായ് സ്റ്റുഡൻസ്, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ചാനലായ ഹാഷ് ഇക്കോൺ ലാബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ എന്നതിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഭാഗത്തെ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഒരുപാട് കാലങ്ങളായി പരീക്ഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ചോദനത്തിന്റെ ഡിഗ്രികൾ, ചോദന അളവ് കണക്കാക്കുന്ന ഡിഗ്രികൾ ഏതെല്ലാമാണെന്നാണ്. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചോദ്യമാണ്. തീർച്ചയായും എല്ലാവരും നിർബന്ധപൂർവ്വം പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? അതായത് ചോദനത്തിന്റെ ഡിഗ്രികൾ അല്ലെങ്കിൽ അളവുകൾ, ചോദന ഇലാസ്തികത അളക്കുന്ന ഡിഗ്രികൾ ഏതെല്ലാമാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും ചോദനത്തിന്റെ ഇലാസ്തികത അളക്കുന്നതിന് 5 ഡിഗ്രികളാണ് ഉള്ളത്. ചോദനത്തിന്റെ ഇലാസ്തികത അളക്കുന്നത് പ്രധാനമായും 5 രീതിയിലാണ്, അഥവാ 5 ഡിഗ്രികൾ വെച്ചാണ്. അവ ഓരോന്നും നമുക്ക് പരിശോധിച്ചു നോക്കാം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 തരമുണ്ട്. ഒന്നാമത്തത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, 3 ഇലാസ്റ്റിക് ഡിമാൻഡ്, 4 ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, 5 യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. നോക്കാം നമുക്ക് ഓരോന്നും. ഇവിടെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് എക്സ്പ്ലെയിൻ ദ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ഉണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയുടെ പേര് തന്നിട്ട് ബാക്കിയുള്ള ഡിഗ്രികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി അത് വിശദീകരിക്കാനാണ് ചോദ്യം ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഇത് പഠിക്കേണ്ടത് എന്താണ് ഓരോ ഡിഗ്രികളും എന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ ഡിഗ്രിയുടെ അളവ് നമ്മൾ പഠിക്കണം, മെഷർ പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ കർവിന്റെ ഷേപ്പും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഓരോ ഡിഗ്രിയിലും പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ഫൈനൽ എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കാം. ഒന്നാമത്തത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് പരിപൂർണ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നോക്കാം. When a small change in price will lead to infinitive change in quantity demanded is known as perfectly elastic demand. Its degree is infinitive. Its curve, its demand curve is always parallel to x-axis. Okay, നോക്കാം. എന്താണ് പരിപൂർണ ഇലാസ്തിക ചോദനം? ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവ് അനന്തമാകുകയാണെങ്കിൽ, ഇൻഫിനിറ്റീവ് മീൻസ് അനന്തം അല്ലെ. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ അനന്തമാണ്, നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയാത്തത്. ഓക്കെ, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ ഡിമാൻഡ്, വിലയിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡ് നമുക്ക് എത്ര വരുന്നു, എത്ര ഡിമാൻഡ് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ആ ഡിഗ്രിക്ക് പറയുന്ന പേരാണ് പരിപൂർണ ഇലാസ്തിക ഡിമാൻഡ് അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. മനസ്സിലാവുന്നല്ലോ. അപ്പോ അതിന്റെ ഡിഗ്രി എപ്പോഴെന്തായിരിക്കും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഡിമാൻഡ് എത്രയാവുന്നു അത് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തിയറി പറഞ്ഞത്? ഒരു വസ്തുവിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അല്ലെ, ഒരു വസ്തുവിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡിൽ എന്തുണ്ടാകുന്നു, മാറ്റം ഉണ്ടാകുമല്ലോ. പക്ഷെ ഡിമാൻഡ് ഇവിടെ മാറുന്നു. എങ്ങനെ മാറുന്നു? ഇൻഫിനിറ്റീവായി മാറുന്നു അല്ലെ, അനന്തമാകുന്നു. ഡിമാൻഡ് എങ്ങനെ മാറുന്നു എന്ന് പറയുന്നത് ഡിമാൻഡ് നമ്മൾ മുമ്പ് പഠിച്ചു വെച്ചതാണ്. എങ്ങനെയാണത്? വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ അളവിലും മാറ്റം ഉണ്ടാകുന്നു അല്ലെ. അത് എങ്ങനെയാ? ഓപ്പോസിറ്റ് റിലേഷൻ ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഡിഗ്രി ഇൻഫിനിറ്റീവ് ആകുന്നു എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. അതായത് വസ്തുവിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ തീർച്ചയായും അതിന്റെ ഡിമാൻഡിൽ എന്തുണ്ടാവണം? മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഇവിടെ എങ്ങനെയാണ്? ഇൻഫിനിറ്റീവ് ആകുകയാണ്, അതായത് അനന്തമാവുകയാണ്. അപ്പൊ അതിന്റെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും പോവുക? ഡിമാൻഡ് കർവ് OX അക്ഷത്തിന് X അക്ഷത്തിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക.
അല്ലെ? അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി എപ്പോഴും ഇൻഫിനിറ്റീവ് ആയിരിക്കും, അനന്തമായിരിക്കും. ഓക്കെ, പിന്നെ അതിന്റെ കർവിന്റെ ഷേപ്പ് എന്താണ്? OX അക്ഷത്തിന് പാരലൽ ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം എങ്ങനെയാണ് ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കർവ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുന്നു. ഈ എക്സ് ആൻഡ് വൈ ആക്സിസില് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇവിടെ നമ്മള് എക്സ് ആക്സിസ് കൊടുക്കുക, ഇവിടെ നമ്മള് വൈ ആക്സിസ് കൊടുത്തു. ഓക്കെ, ഈ എക്സ് ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ. ഡിമാൻഡ് കർവ് എങ്ങനെ ആകുന്നു എന്ന് മാത്രം നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ രീതിയിൽ മാത്രം കർവ് വരച്ചാൽ മതി, വേറെ അളവുകളൊന്നും നമുക്ക് എടുക്കാനില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിമാൻഡ് കർവ് എക്സ് അക്ഷത്തിന് പാരലൽ ആയിരിക്കും. അപ്പൊ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നേരെ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാതെ നമുക്ക് നേരെ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഒരു രേഖ വരയ്ക്കുക. ഈ രേഖയ്ക്ക് നമ്മൾ തുടക്കത്തിലും അവസാനത്തിലും BD എന്ന് പേര് കൊടുത്തത് ഡിമാൻഡ് കർവിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെ? ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? വൈ ആക്സിസിലാണല്ലോ നമ്മൾ പ്രൈസ് കൊടുക്കുക. അല്ലെ? വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കാണിക്കും. അല്ലെ? ഇവിടെ എന്താ സംഭവിച്ചത്? വെൻ പ്രൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ എന്താവണം? ഇവിടെ ഡിമാൻഡില് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തുണ്ടാവണം? മാറ്റം വരണം. അല്ലെ? വില കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇങ്ങോട്ട് കുറയണം, വില കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടണം. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അതായത് എക്സ് ആക്ഷത്തിന് പാരലൽ ആയിട്ടാണ് ഡിമാൻഡ് കർവ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഡിമാൻഡിനെ മെഷർ ചെയ്യാൻ കഴിയില്ല. അല്ലെ? സോ വാട്ട് വി സോ കോൾ ദാറ്റ്, അതുകൊണ്ട് നമുക്ക് ഇതിന് എന്താ വിളിക്കേണ്ടത്? അത് ഇൻഫിനിറ്റീവ് ആണ്. ഡിമാൻഡ് കർവ് ഇൻഫിനിറ്റീവ് ആയിരിക്കും, നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതായിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡിഗ്രി കൂടെ ഇവിടെ നമ്മൾ ഒരു ബോക്സിൽ രേഖപ്പെടുത്തി വെക്കുക. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, EDD, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. EDD എന്ന് പറഞ്ഞത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റീവ് ആയിരിക്കും. നമ്മൾ ചിഹ്നം കൊടുക്കുക, ഇൻഫിനിറ്റീവിന്റെ ചിഹ്നം. ഓക്കെ, ഞാനത് മാറ്റി കാണിക്കാം. അപ്പൊ നമ്മൾ കർവിന് താഴെയായിട്ട് എന്ത് കൊടുക്കുക? അതിന്റെ ഒരു ഡിഗ്രി കൊടുക്കുക. ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കർവിന് താഴെയായിട്ട് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നേടിയിട്ട് അതിന്റെ ചിഹ്നം കാണിച്ചോളൂ. ഓക്കെ, ഇതാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ബോക്സിൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താ ഒന്നാമത്തെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് when a small change in price, ഒരു ചെറിയ മാറ്റം വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ, ഒരു വേരിയേഷൻ ഉണ്ടായാൽ അതിന്റെ ഡിമാൻഡിൽ എന്തുണ്ടാക്കുന്നു? അത് ഇൻഫിനിറ്റീവ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അനന്തമാക്കുന്നു. when a small change in price will lead to infinitive change in quantity demanded is known as പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദനം അനന്തമാവുകയാണെങ്കിൽ അത്തരം ഡിമാൻഡിന് പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, if demand curve is always parallel to horizontal or parallel to x axis. ഓക്കെ, ഇതിന്റെ ഡിഗ്രി അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് വക്രം എക്സ് അക്ഷത്തിന് പാരലൽ ആയിരിക്കും. ഓക്കെ, ഇഫ് ഡിഗ്രി ഈസ് ഇൻഫിനിറ്റീവ്, ഇതിന്റെ ഡിഗ്രി അനന്തവും ആയിരിക്കും. ക്ലിയർ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇത് ഓർഡറിലായിരിക്കണം എന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് 5 പോയിന്റുകൾ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിരുന്നു. ഈ 5 പോയിന്റുകൾ ഞാൻ പറഞ്ഞ രൂപത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞ രൂപത്തിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിൽ ഏകദേശം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുള്ളൂ. അതായത് ഒരേ സാമ്യം വരുന്നത് കൊണ്ടാണ് ഞാൻ അതിങ്ങനെ എന്റെ രീതിയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ നിങ്ങളിവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പഠിച്ചു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ അത് അടുത്ത് തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അത് കിടക്കുന്നത് അവസാനത്താണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് തലയിൽ നമുക്ക് കയറ്റി വിടാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. തീർച്ചയായും നിങ്ങൾ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്? പരിപൂർണമായ ഇലാസ്തികമല്ലാത്ത ഡിമാൻഡ്.
അതാണ് മലയാളം. ഓക്കെ, പരിപൂർണ ഇലാസ്തികമല്ലാത്ത ഡിമാൻഡാണ്, അല്ലെങ്കിൽ പരിപൂർണ ഇലാസ്തികമല്ലാത്ത ചോദനം. ഓക്കെ, ഡിമാൻഡിന്റെ മലയാളം ചോദനം എന്നാണല്ലോ. അവിടെ മലയാളത്തിലെ ഡിമാൻഡ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോദനം എന്ന് പറയാൻ ഒരു വാക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് തന്നെ ഉപയോഗിച്ചോ. പരിപൂർണമായ, പെർഫെക്റ്റ്ലി എന്ന് പറഞ്ഞാൽ പരിപൂർണമാണ്. ഓക്കെ, പരിപൂർണമായ അല്ലെങ്കിൽ പൂർണമായ ഏത് ഇലാസ്തികമല്ലാത്ത, ഇൻഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇലാസ്തികമല്ലാത്ത ഡിമാൻഡ് എന്താ നോക്കാം. When a change in price will lead to no change in quantity demanded. ഓക്കെ, നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പൊ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താ പറഞ്ഞത്, ഇൻഫിനിറ്റീവ് ചേഞ്ച് ആണ് അല്ലെ. ഇവിടെ എന്താ പറയുന്നത്, നോ ചേഞ്ച് ആണ്. ശ്രദ്ധിക്കുക, വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഡിഗ്രീസിൽ പഠിക്കുന്നത്. വില കൂടുന്നു, കുറയുന്നു, അപ്പൊ ഡിമാൻഡ് എന്താകുന്നു, എങ്ങനെ പ്രതികരിക്കും? അത് 5 രീതിയിൽ പ്രതികരിക്കും. അതിൽ ഒന്നാമത്തെ പ്രതികരണം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പ്രതികരണം എന്താണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എങ്ങനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നത്? When a change in price will lead to no change in quantity demanded. അല്ലെ, ഒരു വസ്തുവിന്റെ വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ ഡിമാൻഡിൽ യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. മനസ്സിലാവുന്നോ? ഒരു വസ്തുവിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്നേയില്ല. ഡിമാൻഡ് ഒരേ ഇരുത്ത് അങ്ങനെ ഇരിക്കും. വില കൂടിയാൽ ഡിമാൻഡ് കുറയണം, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടണം. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഡിമാൻഡ് യാതൊരു പ്രതികരണവുമില്ല. When a change in price will lead to no change in quantity demanded is known as perfectly inelastic demand. If degree is 0, no change ആണെങ്കിൽ പിന്നെ 0. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? Its demand curve is parallel to y axis. Okay, its demand curve is parallel to y axis. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിമാൻഡ് കർവ് OY ആക്സിസിന് വെർട്ടിക്കലായിരിക്കും. വെർട്ടിക്കലായിരിക്കും ഡിമാൻഡ് കർവ്. നമുക്ക് വരച്ചു നോക്കാം. നോക്കൂ, എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുക്കുന്നു. ഈ എക്സ് ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് കൊടുക്കുന്നത്. OY ആക്സിസിൽ നമ്മൾ പ്രൈസ് ആണ് കൊടുക്കുന്നത് അല്ലെ. ഇവിടെ പ്രൈസിൽ എന്താണ്, പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്താകുന്നു, അനങ്ങുന്നില്ല. ഡിമാൻഡ് ഒരൊറ്റ പൊസിഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. ഡിമാൻഡ് എന്താണ്, വൈ ആക്സിസിൽ പാരലൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സ്കെയിൽ വെച്ച് വരയ്ക്കാം, നേരെ നമുക്ക് വരയ്ക്കാൻ പറ്റണം കേട്ടോ. അപ്പോ വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഡിമാൻഡ് കർവ് വരുന്നതെങ്കിൽ അത്തരം ഡിമാൻഡാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെ. വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഡിമാൻഡ് കർവ്. നിങ്ങളോട് പരീക്ഷ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട്, ഇത്തരം ഒരു കർവ് തന്നിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഇതിന്റെ ഡിഗ്രി എന്താണ്, അല്ലെങ്കിൽ വൺ വേർഡിലൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം എന്ത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഡിഗ്രി എന്താണ്, ഇവിടെ നമ്മൾ എഴുതുക EDD 0 ആയിരിക്കും. അത് നമ്മളൊരു പെട്ടിക്കുള്ളിലാക്കുക. കണ്ടോ, EDD 0 സമം ഇടരുതിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ സമം ഇട്ടിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സമം ഇടേണ്ട ഒരു ഭാഗം വരുന്നുണ്ട്, അവിടെ മാത്രമേ നമ്മൾ സമം ഇടുള്ളൂ. EDD അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 എന്ന് എഴുതിയാൽ മതി. മുൻപത്തെ നമ്മൾ ചെയ്തത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഫിനിറ്റീവ് എന്നുള്ള ചിഹ്നം കൊടുത്തു. 8 എന്ന് പറയുന്ന അക്കത്തെ നമ്മൾ ചെരിച്ചവിടെ കിടത്തിയാൽ മതി. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റീവ് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 0 നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാലോ അല്ലെ. 0 നമ്മുടേതാണല്ലോ, ഇന്ത്യക്കാരുടേതാണല്ലോ 0. അതുകൊണ്ട് നമുക്ക് 0 നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആണ്. ഏതില്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡില്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിമാൻഡ് കർവ് OY ആക്സിസിന് പാരലൽ ആയിരിക്കും, അഥവാ വെർട്ടിക്കൽ
ആയിരിക്കും. ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടെ തിയറി പറയാം, മലയാളത്തിൽ പറയാം. അതായത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദനത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എങ്കിൽ അത്തരം ഡിമാൻഡിന് പറയുന്ന പേരാണ്, അത്തരം ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് പഠിക്കാം. എന്താണ് മൂന്നാമത്തത്? ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒന്ന് ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നല്ലോ അല്ലെ? രണ്ടും അടുത്തടുത്തല്ല നമുക്ക് കിട്ടിയത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെ? പറയാൻ തന്നെ നമുക്കൊരു സുഖമാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അത് രണ്ടും അടുത്തടുത്ത് പിടിച്ചു. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ നിർബന്ധിച്ച് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൂട്ടം തെറ്റിയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? അതിനൊന്ന് ക്രോഡീകരിച്ചു, ഒരുമിപ്പിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഒറ്റ പ്രാവശ്യം കേൾക്കുക, ഒറ്റ പ്രാവശ്യം കാണുക, തലയിൽ കയറ്റുക. അതാണ് നമ്മുടെ പോളിസി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അളക്കുന്ന, ചോദനത്തിന്റെ ഇലാസ്റ്റികത അളക്കുന്ന ഡിഗ്രികളില് മൂന്നാമത്തെ പോയിന്റ് ആണ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്? ഇലാസ്തിക ചോദനം. നോക്കൂ, എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്? When a change in price will lead to more than proportionate change in quantity demanded of a commodity is known as elastic demand. എന്താ പറഞ്ഞത്? When a change in price of a commodity will lead to more than proportionate change in quantity demanded. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം അതിന്റെ ഡിമാൻഡിൽ ഉണ്ടായാൽ അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്? ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ. നമ്മളിവിടെ കർവ് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ മുതൽ കർവ് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കർവ് പോലെ സിമ്പിൾ ആയിട്ട് വരച്ചു വെച്ച് തടി തപ്പാൻ പറ്റുന്ന ഒന്നല്ല മൂന്നാമത്തേത്. ബുദ്ധിമുട്ടില്ല, പക്ഷെ വരയ്ക്കുമ്പോ ഒരൊറ്റ പ്രാവശ്യം വരച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താ തിയറി ഒന്നുകൂടെ ഉറപ്പിച്ചോ? എന്താ തിയറി? ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ, വില മാറുന്നതിനേക്കാൾ കൂടുതൽ മാറ്റം എവിടെ ഉണ്ടാകും? ഡിമാൻഡിലുണ്ടാകും. അത്തരം ഡിമാൻഡിന് പറയുന്ന പേരാണ് ഇലാസ്തിക ചോദനം അല്ലെ? അപ്പൊ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ വില കുറയുമ്പോഴല്ലേ ഡിമാൻഡ് ഇവിടെ കൂടുക? വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം എവിടെ ഉണ്ടാകുന്നു? ഡിമാൻഡിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വില ഇവിടെ കുറയണം അല്ലെ? നിലവിലുള്ള വിലയിൽ നിന്ന്, ഒരു വസ്തുവിന്റെ വില നിലവിലുള്ളതിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയുമ്പോൾ മാത്രമാണ് അതിന്റെ ഡിമാൻഡ് കൂടുന്നത്. അത് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ തിയറി ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞു തരാം. എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്? When a change in price will lead to more than proportionate change in quantity demanded is known as elastic demand if degree is more than 1. കർവിന്റെ ഷേപ്പ് കൂടെ പറയുന്നില്ല, ഡിഗ്രി എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. If degree is more than 1. അപ്പൊ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഒന്നിൽ കൂടുതലായിരിക്കും, മോർ ദാൻ 1 ആയിരിക്കും. വരച്ചു നോക്കല്ലേ? നോക്കാം. നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വരയ്ക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന്. നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുക്കുന്നു. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എഴുതുക, വൈ ആക്സിസിൽ നമ്മൾ പ്രൈസും എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് പി ആണ്. ആ പി എന്ന് പറയുന്ന പ്രൈസിൽ, ഒ പി എന്ന് പറയുന്ന പ്രൈസിൽ വാങ്ങിയിരുന്ന സാധനത്തിന്റെ അളവ് ക്യൂ ആണ്. ഓക്കെ, ഇനി വില എന്ത് ചെയ്യുന്നു? ഒ പിയിൽ നിന്ന് ഒ പി 1 ആയിട്ട് താഴേക്ക് കുറയുന്നു അല്ലെ? അതായത് ഇത്രയും ഇങ്ങോട്ട് വില കുറഞ്ഞു. ഇങ്ങോട്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് ചെയ്യും? അളവ് എന്ത് ചെയ്യും? ഒ ക്യൂ എന്നുള്ളത് വർദ്ധിക്കും അല്ലെ? ക്യൂ എന്നുള്ളത് Q1 ആയിട്ട് വർദ്ധിച്ചു. കണ്ടോ? ക്യൂ എന്നുള്ളത് Q1 ആയിട്ട് വർദ്ധിച്ചു. കണ്ടല്ലോ? അപ്പോ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം എവിടെ ഉണ്ടായി എന്ന് നമുക്ക് കാണിക്കണം. ഡിമാൻഡിൽ ഉണ്ടായി എന്ന് നമുക്ക്
കാണിക്കണം. കണ്ടോ? അപ്പോ വിലയിലുണ്ടായ മാറ്റം ഇത്രയാണ്. വിലയിലുണ്ടായ മാറ്റം ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യാം. ഇതാണ് വിലയിലുണ്ടായ മാറ്റം എന്ന് പറയുന്ന ഈ കോളം ശ്രദ്ധിക്കുക. അതിനേക്കാൾ വലിയ മാറ്റം എവിടെ ഉണ്ടായി? ഡിമാൻഡ് എന്ന് പറയുന്ന സൈഡിൽ ഉണ്ടായി. നിങ്ങൾ ഈ രണ്ട് കോളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഡിമാൻഡിന്റെ വിലയുടെ ഭാഗത്തുണ്ടായ കോളവും അതുപോലെ തന്നെ ഡിമാൻഡിന്റെ ഭാഗത്തുണ്ടായ കോളവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഇത് ചെറുതാണ്, ഇത് വലുതാണ്, അല്ലെ? അപ്പൊ വിലയിലുണ്ടായ മാറ്റത്തിനേക്കാൾ വലിയ മാറ്റം, കൂടുതൽ മാറ്റം എവിടെ ഉണ്ടാവണം? ഡിമാൻഡിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഈ രണ്ട് എന്താ പറയാ ഈ പോയിന്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡിമാൻഡ് കർവ് ഇങ്ങനെ വരച്ചു വെക്കുക. ഓക്കെ, ഇതാണ് ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഇലാസ്റ്റിക് ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? ഞാനിവിടെ നിങ്ങൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതായത് വസ്തുവിന്റെ വില OPയിൽ നിന്ന് OP1 ആയിട്ട് ഡൗൺ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് എന്ത് ചെയ്യും? വില കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുമല്ലോ, അല്ലെ? അപ്പൊ ഡിമാൻഡ് ഇവിടെ എന്താ ചെയ്തത്? OQയിൽ നിന്ന് OQ1 ആയിട്ട് കൂടി. അപ്പൊ ഇത്ര ഡിമാൻഡ് ചെയ്തിരുന്നതിൽ നിന്ന് ഇപ്പൊ ഇത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നു. കണ്ടോ? ഇത്രയും ദൂരത്തേക്കാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ വിലയിൽ ഇവിടെ നമുക്ക് ഇത്ര വില ഉണ്ടായിരുന്നത് ഇത്രയായിട്ട് കുറഞ്ഞു, അല്ലെ? അപ്പൊ ഇത്രയായിട്ട് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇത്രയായിട്ട് വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പോ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള മാറ്റം എവിടെ ഉണ്ടായി? ഡിമാൻഡിൽ ഉണ്ടായി. അപ്പൊ അതിനെ നമ്മൾ ആ കർവിൽ ഒന്ന് വിസ്താരമായിട്ട് കാണിക്കണം എന്നുള്ളൂ. ഇലാസ്റ്റിക് ഡിമാൻഡ് ഡിഗ്രി എന്തായിരിക്കും? മോർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് പഠിക്കാം. നാലാമതെന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇവിടെ നമ്മൾ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്, മൂന്നാമത്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, നോക്കാം. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് when a change in price will lead to less than proportionate change in quantity demanded. എങ്ങനെയാ? when a change in price will lead to less than പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റമാണ് ഡിമാൻഡിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്തികമല്ലാത്ത ചോദനം. ഓക്കെ, ഡിമാൻഡ് എന്താവാണ്? ഇൻഇലാസ്റ്റിക് ആവുകയാണ്, ചുരുങ്ങാണ്, അല്ലെ? എങ്ങനെ മാറുന്നു? വിലയുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റം. നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താ പഠിച്ചത്? വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം, അത് ഇലാസ്റ്റിക്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റം, അത് ഇൻഇലാസ്റ്റിക്. രണ്ടും അടുത്ത് പഠിക്കുക. ഓക്കെ, ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റമാണ് ഡിമാൻഡിൽ ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഡിമാൻഡിന് പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, അതിന്റെ ഡിഗ്രി എന്തായിരിക്കും? അപ്പോ ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി എന്തായിരുന്നു? മോർ ദാൻ 1 ആയിരുന്നു. അത് വലത്തോട്ട് കൂടുകയാണ്, അല്ലെ? ഡിമാൻഡ് കൂടുക ചെയ്തിരുന്നത്, അല്ലെ? വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡ് കൂടുമ്പോഴല്ലേ മോർ ദാൻ ഡിമാൻഡ് ഉണ്ടായിരുന്നത്, അല്ലെ? ഡിഗ്രി മോർ ദാൻ 1 ആയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻഇലാസ്റ്റിക്കിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഡിഗ്രി ലെസ് ദാൻ 1 ആയിരിക്കും. ഞാൻ തിയറിയിലൂടെ പറയാം. എന്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്? when a change in price will lead to less than proportionate change in quantity demanded is known as inelastic demand. Its degree is less than 1. ഒരു വസ്തുവിന് വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതിന്റെ ഡിഗ്രി 1നേക്കാൾ കുറവായിരിക്കും. നമുക്ക് വരച്ചു നോക്കാം. എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുത്തു. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് കൊടുത്തു. ദെൻ വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് എന്ന് എഴുതി. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ, അല്ലെ? വില OP ആണെന്ന് സങ്കല്പിക്കുക. OP പ്രൈസ് ആകുന്ന സമയത്ത് വാങ്ങിയിരുന്ന സാധനത്തിന്റെ അളവ് OQ ആണെന്നും സങ്കല്പിക്കുക, അല്ലെ? ഇനി വില OPയിൽ നിന്ന് എന്താകുന്നു? OP1 ആയിട്ട് വർദ്ധിക്കുന്നു. മുകളിലേക്ക് കൊടുക്കുക. കണ്ടോ? ആരമാർക്ക് മുകളിലേക്ക് കാണിക്കാം. വില OPയിൽ നിന്ന് OP1 ആയിട്ട് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് എന്തുണ്ടാകും? ഡിമാൻഡിൽ കുറവുണ്ടാകും, അല്ലെ? ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് എത്ര ആയിട്ട് കുറയും? OQ1 ആയിട്ട് കുറയും. കണ്ടോ? OQ1 ആയിട്ട് കുറയും. ഡിമാൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയും.
അപ്പൊ വിലയിലുണ്ടായ മാറ്റം ഇത്രയാണ്. ഇതാണ് വിലയിലുണ്ടായ മാറ്റം. ഈ വിലയിലുണ്ടായ മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റമല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ കണക്ട് ചെയ്ത് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുക. വിലയിലുണ്ടായ മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഈ ബിന്ദുക്കളെ തമ്മിൽ നമ്മൾ ചേർത്തിട്ട് ഒരു രേഖ വരയ്ക്കുക. അതിന് ഡിമാൻഡ് എന്ന് പേര് കൊടുക്കുക. ഓക്കെ. അപ്പൊ വസ്തുവിന്റെ വില OPയിൽ നിന്ന് OP1 ആയിട്ട് വർദ്ധിച്ചപ്പോൾ അതിന്റെ ഡിമാൻഡ് OQവിൽ നിന്ന് OQ1 ആയിട്ട് കുറഞ്ഞു. ഓക്കെ. അപ്പൊ വിലയിലുണ്ടായ മാറ്റം ഇവിടെ വലുതാണ്. കണ്ടോ, കോളം ശ്രദ്ധിച്ചോ? വിലയിലുണ്ടായ മാറ്റം വലുതാണ്. എന്നാൽ അതിനനുസരിച്ച് അളവിൽ എന്ത് മാറ്റം ഉണ്ടായി? ചെറിയൊരു മാറ്റം ഉണ്ടായുള്ളൂ, അല്ലെ? അതായത് കുറഞ്ഞ മാറ്റം ഉണ്ടായി. ഇതാണ് ഏത് ഇന്നിലാസ്റ്റിക് ഡിമാൻഡിനെ കാണിക്കുന്ന കർവ്. അപ്പൊ നമുക്ക് ഇതിന് ഡിഗ്രി എഴുതാലോ. ഏതാ എഴുതുക? EDD എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും, അല്ലെ? ചെറുതായിരിക്കും, ഒന്നിനേക്കാൾ ചെറുതായിരിക്കും ഇലാസ്റ്റിക് ഡിമാൻഡ്. ക്ലിയർ അല്ലോ മക്കളെ? ഇനി നമുക്ക് ലാസ്റ്റ് ഡിഗ്രിയാണ് പഠിക്കാനുള്ളത്. 5ാമത്തെ ഡിഗ്രി, അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് നോക്കാം. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് സമമായ ഇലാസ്തിക ചോദനം എന്നാണ്. എന്താണ് സമമായ ഇലാസ്തിക ചോദനം? When a change in price will lead to equal change in quantity demanded. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് സമമായ മാറ്റം അതിന് ഡിമാൻഡിൽ ഉണ്ടായാൽ, ഈക്വൽ ആയിട്ട് തന്നെ ഡിമാൻഡ് മാറിയാൽ, ഒരു വസ്തുവിന്റെ വില കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡിമാൻഡിൽ അതേ മാറ്റം ഉണ്ടാവും. വസ്തുവിന്റെ വില എത്ര കൂടി അതേ ഒരു മാറ്റം എവിടെ ഉണ്ടാവും? ഡിമാൻഡിൽ ഉണ്ടാവും. വസ്തുവിന്റെ വില കുറയുകയാണെങ്കിൽ അതേ ഒരു മാറ്റം, എത്ര കുറഞ്ഞു അതുപോലെ ഒരു മാറ്റം എവിടെ ഉണ്ടായി? ഡിമാൻഡിൽ ഉണ്ടായി. ഇങ്ങനെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് സമമായിട്ടുള്ള ഒരു മാറ്റം എവിടെ ഉണ്ടാവുക? ഡിമാൻഡിൽ ഉണ്ടാവുക. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററിയാണ്, സമമാണ്. ഓക്കെ. വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് സമമായ മാറ്റം ഡിമാൻഡിൽ ഉണ്ടാവുന്നതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. When a change in price will lead to equal change in quantity demanded. ഓക്കെ. ഇതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി ഈക്വൽ 1 ആയിരിക്കും. ഇവിടെ മാത്രമേ നമ്മൾ ഡിഗ്രി എഴുതുമ്പോൾ സമം കാണിക്കാറുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് സമം എവിടെ കാണിക്കാതിരുന്നത്. അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നിടത്ത് മാത്രമേ നമ്മൾ സമം കൊടുക്കാറുള്ളൂ. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. അതായത് EDD ഇൻഫിനിറ്റി എന്ന് നമ്മൾ നേരെ അങ്ങോട്ട് എഴുതിപ്പോയി. EDD 0 എന്ന് എഴുതി, EDD മോർ ദാൻ 1 എന്ന് എഴുതി, EDD ലെസ് ദാൻ 1 എന്ന് എഴുതി. പക്ഷേ ഇവിടെ നമ്മൾ എഴുതുന്നത് EDD 1 എന്നല്ല, EDD ഈക്വൽ 1 എന്നാണ്. അപ്പൊ നമുക്കത് നോക്കാം. തിയറി ഒന്നുകൂടെ പറയാം. എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്? When a change in price will lead to equal change in quantity demanded of a commodity. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് സമമായ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് സമമായ മാറ്റം അതിന്റെ ഡിമാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഡിമാൻഡിന് പറയുന്ന പേരാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. നോക്കാം, നമുക്ക് ഇതെങ്ങനെ വരച്ച് നോക്കാം. എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുക്കുക. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി എന്ന് എഴുതുക, വൈ ആക്സിസ് നമ്മൾ പ്രൈസ് എന്ന് എഴുതുക. ഓക്കെ. വൈ ആക്സിസ് രേഖപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യുന്നതാണ്, വസ്തുവിന്റെ വില OP ആകുമ്പോൾ വാങ്ങുന്ന സാധനത്തിന്റെ അളവ് OQ കണ്ടാ. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് വരച്ച് വെച്ചാൽ മതി. ഓക്കെ. ദെൻ വില OPയിൽ നിന്ന് OP1 ആയിട്ട് കുറയുന്നു കണ്ടാ. അപ്പൊ ഈ ഇങ്ങനെ കുറയുന്നത്, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ പെട്ടി, ഓക്കെ, ഈ ബോക്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ബോക്സിന് സമാനമായിട്ടുള്ള ഒരു ബോക്സ് തന്നെ എവിടെയും വരാൻ പാടുള്ളൂ, ഇപ്പുറത്തും വരാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോ OPയിൽ നിന്ന് വില OP1 ആയിട്ട് കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് OQയിൽ നിന്ന് OQ1 ആയിട്ട് വർദ്ധിക്കുന്നു. ഇവിടെ നമ്മൾ ഈ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഡിമാൻഡ് കർവ് വരയ്ക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്രേ ഉള്ളൂ. അതായത് വില OPയിൽ നിന്ന് OP1 ആയി, അല്ലെ? വില OPയിൽ നിന്ന് OP1 ആയി, അതായത് ഇങ്ങോട്ട് കുറയാണ് ചെയ്തത്, അല്ലെ? അപ്പൊ ഡിമാൻഡ് എന്ത് ചെയ്തു? ഇവിടെ കൂടി, അല്ലെ? OQയിൽ നിന്ന് OQ1 ആയിട്ട് ഡിമാൻഡ് കൂടി. അപ്പൊ എത്ര കുറഞ്ഞു? ഇതാണ് കുറഞ്ഞത്. ഈ ബോക്സ് ആണ് കുറഞ്ഞത്. ഇത്രയും ഭാഗമാണ് ഇങ്ങോട്ട് കുറഞ്ഞത്, അല്ലെ? അപ്പൊ ഈ കുറഞ്ഞ അതേ ഒരു ഭാഗം തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടെ കൂടാനും പാടുള്ളൂ. വിലയുണ്ടായ മാറ്റത്തിന് സമമായ മാറ്റമാണ് ഡിമാൻഡിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഡിഗ്രി EDD എന്തായിരിക്കും? ഈക്വൽ 1 ആയിരിക്കും. ഇവിടെ മാത്രമേ നമ്മൾ സമം കൊടുക്കുന്നുള്ളൂ. ഓക്കെ. ചിഹ്നം ഇവിടെ നമ്മൾ ഇത് മാത്രം സമം കൊടുക്കുന്നുള്ളൂ. ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് സമമായ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. സമമായ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്
സമമായ മാറ്റം അതിന്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്നു എങ്കിൽ അതിന്റെ സമമായ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഇതിന് ഡിഗ്രി ഈക്വൽ 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് 5 ഡിഗ്രികളാണ് നമ്മൾ പഠിച്ചത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അളക്കുന്ന ഡിഗ്രികൾ, അതായത് ചോദനത്തിന്റെ ഇലാസ്റ്റികത അളക്കുന്ന ഡിഗ്രികൾ 5 എണ്ണമാണുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, പരിപൂർണമായ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒരു വസ്തുവിന്റെ വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ അതിന് ഡിമാൻഡ് അനന്തമാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിന്റെ ഡിഗ്രി ഇൻഫിനിറ്റീവ് ആയിരിക്കും. അതിന്റെ കർവ്, ഡിമാൻഡ് കർവ് എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ഡിമാൻഡിൽ യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതിന്റെ ഡിഗ്രി 0 മാത്രമല്ല അതിന്റെ കർവ് y അക്ഷത്തിന് സമാന്തരമായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്തായിരുന്നു? മൂന്നാമത്തെ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്? ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം എവിടെ ഉണ്ടായി? അതിന്റെ ഡിമാൻഡിൽ ഉണ്ടായി. അതിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി മോർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ്. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കുറഞ്ഞ മാറ്റം ഡിമാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതിന്റെ ഡിഗ്രി ലെസ് ദാൻ 1 ആണ്. ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് സമമായ മാറ്റം അതിന്റെ ഡിമാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഏത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി ഈക്വൽ 1 ആണ്, സമം 1 ആയിരിക്കും. അപ്പൊ തീർച്ചയായും മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് നിർബന്ധമായും പബ്ലിക് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന 6 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. തീർച്ചയായും മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ക്ലാസിന്റെ മുഴുവൻ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ക്ലാസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. അതെനിക്ക് എന്റെ ക്ലാസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനമാണ്. തീർച്ചയായും നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗമായ മെത്തേഡ്സ് ആൻഡ് മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അതും. നമുക്കത് അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോസിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.